തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ ഫലപ്രദമായി എത്തിയിട്ടുണ്ടോ, എത്താതിരുന്നിട്ടുണ്ടോ, അതിൽ തൃപ്തരാണോ, അസംതൃപ്തിയുണ്ടോ, ഇത് ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാകില്ലേ? ശ്രീ മുസ്തഫ, നേരത്തെ അവർ രണ്ടുപേരും പറഞ്ഞു, കാസർഗോഡ് രണ്ട് മുന്നണികളും സജ്ജമായി കഴിഞ്ഞു നിങ്ങളെ നേരിടാൻ. നിങ്ങൾക്ക് ആ ഒരു ആധിപത്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സജ്ജമായി കഴിഞ്ഞു. ക്ഷേമം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കരുത്താണോ, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണോ വോട്ടർമാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ? ആ റൗണ്ട് കൂടി കഴിഞ്ഞ് ഇവരിലേക്ക് വരാം. ക്ഷേമം ഞങ്ങളുടെ കരുത്താണ്. നമ്മൾ പഴയ ഭ്രാന്താലയ സമാനമായ അവസ്ഥയിൽ നിന്ന് ഒരു ആധുനിക കേരളമായി വളർന്നു വന്നത് ഇടതുപക്ഷത്തിൻ്റെ തണലിൽ ജനക്ഷേമ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടാണ്. അതിൻ്റെ വലിയ കരുത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെല്ലാമുള്ള പദ്ധതികളിലൂടെ സാധാരണ മനുഷ്യന് പോലും ജീവിക്കാനുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന നാടാണ് കേരളം. പക്ഷെ അത്തരം ഒരു കേരളത്തിൽ ചില പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ മരണത്തെ ഒരു സമരമാക്കി മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ ചില പ്രവർത്തകരുടെ ആത്മഹത്യ നമ്മളാരും സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നല്ലല്ലോ. സ്വയം മരിക്കാൻ തീരുമാനിച്ച് ഇനി ഞാൻ ജീവിതത്തിലില്ല എന്ന് തീരുമാനിച്ച ആളുകൾ അവസാനം എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പുകൾ. അതിലാണ് തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറായിരുന്ന, കോർപ്പറേഷൻ്റെ നെടുംതൂണായിരുന്ന BJP നേതാവ് എഴുതി വെക്കുന്നത്, എൻ്റെ ഈ മരണത്തിന്, ഞാനിങ്ങനെ മരണം സ്വയം വരിക്കാൻ കാരണം ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ്. ആ പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു സഹകരണ സംഘത്തിൻ്റെ ഭാരിച്ച പ്രശ്നങ്ങൾ വന്നു, പാർട്ടി എന്നെ സഹായിക്കുന്നില്ല, ഞാനിവിടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇന്നലെ മരിച്ച അനിൽ തമ്പി 16-ാം വയസ്സിൽ RSSകാരനായിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. അയാൾ അവസാനത്തെ നിമിഷം വളരെ നീണ്ട കുറിപ്പെഴുതി വെക്കുകയാണ്, ഒരു RSSകാരനായി പോയി എന്നതാണ് എൻ്റെ ജീവിതത്തിലെ പെശക്. പാർട്ടി നേതൃത്വം എന്നെ പറഞ്ഞ് പറ്റിച്ചു. അനന്തു അജി എന്ന് പറയുന്ന 20 വയസ്സ് പ്രായമുണ്ടായിരുന്നയാൾ പത്തനംതിട്ടക്കാരനാണ്. പക്ഷെ അയാളും വന്ന് മരണം വരിച്ചത് തമ്പാനൂരിലെ ലോഡ്ജിൽ നിന്നാണ്. അയാളും എഴുതി വെക്കുന്നു, ഒരു കുഞ്ഞിനെയും ഇനി RSS ആക്കാൻ പാടില്ല. ഇതാരും മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല, പ്രതിപക്ഷവും BJP വിരുദ്ധരും ഉണ്ടാക്കിയതല്ല. നിങ്ങളുടെ കൂടെ എത്രയോ കാലം പ്രവർത്തിച്ച ആളുകൾ എഴുതി വെക്കുകയാണ് മരണത്തിൻ്റെ തൊട്ടു മുന്നിൽ. യഥാർത്ഥത്തിൽ അവരങ്ങനെ ആകേണ്ടതല്ല കേരളം പോലെ ഒരു നാട്ടിൽ. കാരണം കേരളത്തിൽ ഈ പാർപ്പിടം, ഭക്ഷണം, തൊഴിൽ, വരുമാനം, വിദ്യാഭ്യാസം, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം ഈ കേരളം ഇന്ത്യയിൽ നമ്പർ 1 നേടിയെടുത്തിട്ടുണ്ട്. അത്തരം ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ പേരിൽ സ്വന്തം പാർട്ടി ഉപേക്ഷിച്ചാൽ ഇതെല്ലാം ജീവിക്കാനുള്ള വകയായിട്ട് ഇവിടെ ഉണ്ട്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ ആത്മഹത്യയെ അഭയം പ്രാപിക്കേണ്ടതല്ല. പക്ഷെ അതുകൊണ്ട് ആത്മഹത്യയല്ല, അത് സ്വന്തം പാർട്ടിയുടെ നേതൃത്വം കാണിക്കുന്ന നെറികേടുകൾക്കെതിരെ മരണത്തെ അവരൊരു സമരായുധമാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മഹത്യ എന്നല്ല BJPയുടെ ചില പ്രവർത്തകർ നടത്തിയ ആ സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത്. സ്വന്തം പാർട്ടി നേതൃത്വത്തിൻ്റെ ജീർണതയ്ക്കെതിരെയും നെറികേടുകൾക്കെതിരെയും അവർ മരണത്തെ ഒരു സമരായുധമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ അതിജീവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ കൂടുതൽ ക്ഷേമവും വികസനവും നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം.